Hello students. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് നമ്പർ 1 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഐസോട്രോപിക് മീഡിയന്റെ സെക്കൻഡ് പാർട്ടാണ്. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ക്ലാസ്. സോ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താണെന്നാണ്. സോ ബേസിക്കലി നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും, അതായത് 3 ഡയമെൻഷനിൽ എവിടെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വേവ് സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ എന്താണ് എഴുതിയിട്ടുണ്ടായത്? E is equal to E0 exponential raised to I into K dot R minus omega t. ഈ രീതിയിലാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കേസ് നമുക്ക് എങ്ങനെ എഴുതാം? H equal to H0 exponential into I into K dot R minus omega t എന്ന രീതിയിലും എഴുതാൻ പറ്റും അല്ലെ. ഇത് നമ്മൾ മീഡിയത്തിന്റെ കേസിലുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്താണ് 3 ഡയമെൻഷൻ സ്പേസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ജനറൽ ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സോ ദീസ് ആർ ദ ജനറൽ എക്സ്പ്രഷൻസ്, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ സ്പെസിഫിക്കലി എന്താണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെയോ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രമായിട്ട് കൺഫൈൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആ വേവിന്റെ എക്സ്പ്രഷൻ എഴുതാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So basically for a plane electromagnetic wave propagating along the z axis in which the associated electric field is along the x axis and the magnetic field along y axis, then we can write ആ ഒരു കേസ് നമുക്ക് എങ്ങനെ എഴുതാം? E is equal to x cap, അതായത് നമ്മൾ x ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി E is equal to x cap E0 e raised to I kz. z എന്താണ് സൂചിപ്പിക്കുന്നത്? ബേസിക്കലി നമ്മളെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, മൈനസ് ഒമേഗ ടി. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അതായത് നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എക്സ് പ്ലെയിനിലേക്ക് മാത്രമായിട്ട് എക്സ് ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ഒതുക്കുകയാണ്. അതിന് വേറെ ഡയറക്ഷനിലൊന്നും നമ്മൾ അലോ ചെയ്യുന്നില്ല. നമ്മൾ 3 ഡയമെൻഷൻ സ്പേസ് നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഈ കേസിൽ നമ്മൾ എക്സ് ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കൺഫൈൻ ചെയ്യുന്നത്, വേറൊരു ഇതിൽ നമ്മൾ അലോ ചെയ്യുന്നില്ല. അതേപോലെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അങ്ങനെ എഴുതാം. H is equal to y cap H0 e raised to I kz minus omega t. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ക്യാപ്പിലാക്കിയത് കൊണ്ടും നമ്മൾ പ്രൊപ്പഗേറ്റിംഗ് ഡയറക്ഷൻ സെറ്റിലായതുകൊണ്ടും ഒബ്വിയസ്ലി നമ്മൾ ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ബാക്കിയുള്ളത് ഏതാണ്? വൈ ഡയറക്ഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ വൈ ഡയറക്ഷൻ എന്ന രീതിയിലേക്ക് മാറ്റി. ഈ കേസിനെ നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻസ് ബേസിക്കലി എന്താണ്? നമ്മൾ എക്സ്പോണൻഷ്യൽ ടേംസ് ആണ് അല്ലെ, അതായത് കോംപ്ലക്സ് നൊട്ടേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മൾ റിയൽ പാർട്ട് മാത്രമായിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് റിയൽ പാർട്ടാണ് നമുക്ക് കുറച്ചുകൂടി ഫിസിക്കലി മീനിങ് ഫുൾ ആവുന്നത്. സോ ബേസിക്കലി റിയൽ പാർട്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓയിലേഴ്സ് ഫോർമുല പണ്ട് പഠിക്കുന്നുണ്ട് അല്ലെ. ഓയിലേഴ്സ് ഫോർമുല എന്താണ് പറയുന്നത്? ബേസിക്കലി ഇ റേസ് ടു ഐ തീറ്റ എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ ഇവിടെ കോസ് തീറ്റ ആണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ പാർട്ടും ഐ വരുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഐ സൈൻ തീറ്റ പാർട്ടാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ തീറ്റ എന്താണ്? നമ്മൾ ഇവിടുത്തെ കേസിൽ തീറ്റ എന്ന് പറയുന്നത് kz മൈനസ് ഒമേഗ ടി ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മളെ റിയൽ പാർട്ടിന്റെ എക്സ്പ്രഷൻ ഇലക്ട്രിക് ഫീൽഡ് E is equal to x cap E0 cos kz minus omega t and H is equal to y cap H0 cos kz minus omega t എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് E and H is same as before നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് E ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? E0 അല്ലെ. H ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? H0. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ ഇൻട്രിൻസിക് ഇംപിഡൻസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് H0 is equal to 1 by eta into E0 എന്ന റിലേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ആ സെയിം റിലേഷൻ ആണ് ഇവിടെയും വാലിഡ് ആയി വരുന്നത്. ഇനി ഇങ്ങനത്തെ വേവിനെയാണ് നമ്മൾ ഇപ്പോൾ എഴുതിയ എക്സ്പ്രഷൻസ്, ഇ എച്ചിന്റെ എക്സ്പ്രഷൻസ് എഴുതി അല്ലെ, ഈ ടൈപ്പ് ഓഫ് വേവ്സ് ഇക്വേഷനാണ് അല്ലെങ്കിൽ വേവ് ഇക്വേഷനാണ് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക്കലി ഇതിനെ പറയുന്നത് എക്സ് പോളറൈസ്ഡ് വേവ് എന്നും പറയാറുണ്ട്. ബിക്കോസ് നമ്മൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ എക്സ് പോളറൈസ് അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലാണെങ്കിൽ വൈ പോളറൈസ് എന്നൊക്കെ വിളിക്കാറ്. സോ ഇതൊരു കൺവെൻഷൻ ആണ്. പണ്ട് തൊട്ടേ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ബേസിസിലാണ് ഈ ഒരു നെയിമിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ബേസിസിലും ശരിക്കും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ബട്ട് ഇതെന്താണ് പണ്ട് തൊട്ടേ ഇങ്ങനെ ചെയ്ത് വരുന്നത് കൊണ്ട്, കൺവെൻഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതും. ഇനി നമ്മൾ കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റ് ആണ് ഒരു മീഡിയത്തിൽ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് എന്താണ് എടുത്ത് കാണിക്കുന്ന എഫക്റ്റ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ബേസിസിൽ നെയിമിംഗ് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെയും പറയാം. ഓക്കെ, സോ ഇതിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ബേസിക്കലി എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെ എക്സ് പ്ലെയിനിലേക്ക് മാത്രമായിട്ട് കൺഫൈൻ ചെയ്തു. നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ എന്താണ്? എക്സ് ഡയറക്ഷനിലാണ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ എന്താണ്? വൈ ഡയറക്ഷനിലാണ്. സോ ഈ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളറൈസ്ഡ്, ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. Now let us recap some important points. സോ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു 1-2-3 എഡിഷൻസ് കാര്യങ്ങളും പറയാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത്
An electric field is produced by time varying magnetic field and vice versa. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഒരു ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയാൽ മതി. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ, അതുപോലെ ഓപ്പോസിറ്റും ട്രൂ ആണ്. ബിക്കോസ് എന്താണ്, നമുക്ക് ഒരു ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡും ചെയ്യാൻ പറ്റും. Now, mutual generation allows propagation of an electromagnetic wave. അതായത് mutual generation, അതായത് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെയും പ്രസൻസ് ഇല്ലുകൊണ്ട് തന്നെ എന്താണ് മ്യൂച്വലി എന്താണ് നമുക്കൊരു ഈ ഒരു മ്യൂച്വൽ ജനറേഷൻ കൊണ്ട് എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, and the next is the both electric and magnetic waves are independent but cannot exist without each other. അതായത് ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പോലും ഇവർക്ക് പരസ്പരം സഹായം ആവശ്യമുണ്ട് അല്ലെ. So that's what being conveyed in the first point. And നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്ക് വരികയാണ്. The field E, H and direction of propagation ഇവർ മൂന്നും എങ്ങനെയായിരിക്കും? എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, so that's a simple point. And third point എന്താണ്? In charge free dielectric, intrinsic impedance is a real number with electric and magnetic fields in phase. അല്ലെ, നമ്മളിപ്പോൾ ഓൾറെഡി ആ ഒരു റിലേഷൻ കണ്ടു അല്ലെ, H0 is equal to 1 by eta of E0. സോ ബേസിക്കലി ഇവർ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ചാർജ് ഫ്രീ ഡയലക്ട്രിക് കേസ്, ഒരു ഡയലക്ട്രിക് വിത്ത് ചാർജ് ഫ്രീ ആയ ഒരു ഡയലക്ട്രിക്കിൽ ബേസിക്കലി ഇൻട്രിൻസിക് ഇംപീഡൻസ് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ H0വും നമ്മൾ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ഫേസിലായിരിക്കും. സോ അവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. സോ ഈ റിലേഷൻ വെച്ചിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇഫ് E0 is 0 then H0 is also 0. അതായത് E0ന്റെ വാല്യൂ 0 ആണെങ്കിൽ H0 സ്വാഭാവികമായിട്ട് 0 ആയിരിക്കും. അതേപോലെ തന്നെ E0ന്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ H0ന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അത് നമുക്ക് ഈ റിലേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. ഫോർത്ത് പോയിന്റ് എന്താണ് പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയലക്ട്രിക് വിത്ത് പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി ഈസ്. അതായത് നമ്മളെ ഈ ഡയലക്ട്രിക്കിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതേപോലെ തന്നെ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും വരുന്ന ഒരു റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് ഈ ഒരു റിലേഷൻ അറിയാം അല്ലെ, N = C/V എന്നുള്ള റിലേഷൻ ഓൾറെഡി നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു റിലേഷൻ ആണ് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സിയും വിക്കും ഇൻ ടേംസ് ഓഫ് പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി ഒരു റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിന്റെ മുന്നേ നമ്മൾ ഡയലക്ട്രിക്കിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ പെർമിയബിലിറ്റി ഉണ്ടല്ലോ, മീഡിയത്തിന്റെ പെർമിയബിലിറ്റി ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആണ്. ഓക്കെ, സോ ഒരു ഡയലക്ട്രിക്കിന്റെ കേസിൽ എന്താണ് ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് N = C/V എന്നുള്ള റിലേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സീനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് പെർമിയബിലിറ്റി ആൻഡ് അതിൽ പെർമിറ്റിവിറ്റി എഴുതി കൂടെ, ദാറ്റ് ഈസ് 1/√μ0ε0 ഡിവൈഡ് ബൈ വിന്റെ റിലേഷൻ എന്താണ് 1/√μ into എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക്കലി 1/μ0ε0 അതേപോലെ തന്നെ വെച്ചോളൂ, കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡയലക്ട്രിക്കിന്റെ കേസിലും μ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു μ0 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, താഴെ മ്യൂവിന്റെ പകരം നമുക്ക് μ0 എഴുതാം അല്ലെ, μ0 into എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, √μ0 എന്താണ് കോമൺലി ക്യാൻസൽ ചെയ്ത് കിട്ടും. ബാക്കിയുള്ള ടേംസ് ആണ് ഇവിടെ നമുക്ക് ഇവിടെ ബോക്സിൽ നോക്കുക, അതായത് √ε ഡിവൈഡ് ബൈ ε0 എന്ന് കിട്ടും. ആൻഡ് അഗൈൻ ε/ε0 എന്താണ്, ഇറ്റ് ഈസ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K, ഓർ ഓൾസോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ε/r. സോ നമ്മളിവിടെ K ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ K എന്ന് എഴുതി. സോ K is equal to ε/ε0 ആണ്, and it is called dielectric constant, and this is the relation. So basically നമുക്ക് എന്ത് കിട്ടി, N is equal to √K എന്ന് കിട്ടി അല്ലെ. And what is K? K is basically ε/ε0. So this is the relation. ഈ ഒരു റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ the displacement associated with the propagating light wave is the electric field which oscillates in time with certain frequency, and also the magnetic field can be chosen. അതായത് നമ്മൾ ബേസിക്കലി ഒരു പ്രൊപ്പഗേറ്റിംഗ് വേവിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എപ്പോഴും അതിന്റെ ഇലക്ട്രിക് ഫീൽഡായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ചസ് ആണ് ആക്ച്വലി അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതേ സെയിം സംഭവം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടും റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് അഗെയിൻ ഇറ്റ് ഇസ് എ കൺവെൻഷൻ, അത് പണ്ട് തൊട്ട് ചെയ്തു വരുന്ന സംഭവം ഇങ്ങനെയാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടാണ് നമ്മൾ അധികം റിലേറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ, അതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ പറയുന്നേ ഉള്ളൂ. ആൻഡ് വേറെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡാണ് കുറച്ചുകൂടി ഒരു മെറ്റീരിയൽ പെട്ടെന്ന് എന്താണ് അതിന്റെ എഫക്ട്സ് ഒക്കെ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്ട് കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് നമ്മൾ അധികം അസോസിയേറ്റ് ചെയ്യുന്നതെന്നും പറയാം. ഓക്കെ, ഇനി നമ്മൾ സിക്സ്ത് പോയിന്റ് പറയുന്നത്, ആസ് മാക്സ്വെൽസ് ഇക്വേഷൻ ആർ ലീനിയർ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വി കൻ കൺസിഡർ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പൽ ടു ടേക്ക് E1 + E2 and H1 + H2 as സൊല്യൂഷൻ. അതായത് നമ്മളെ മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ പർട്ടിക്കുലർലി ഫോർ മീഡിയം ആണ് നമ്മൾ പറയുന്നത്. സോ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ലീനിയർ ഇക്വേഷൻസ് ആണ് കാണുന്നത് അല്ലെ. പവേഴ്സ് ഒന്നും എല്ലാം പവേഴ്സ് ഒക്കെ 1 ആണ്, അതായത് പവർ 2 3 ഒക്കെ ആ രീതിയിലുള്ള ഇക്വേഷൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് E1 + E2 എന്നൊരു ക്വാണ്ടിറ്റീനെ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റും, H1 + H2 എന്നൊരു ക്വാണ്ടിറ്റി നമുക്ക് സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. And how it is possible? By superposition principle. Okay, so now let us move on to the another topic, and the topic of discussion that we are going to give priority for today's class. Okay, so ഇന്നത്തെ ക്ലാസ്സിലെ മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇതാണ്. ആക്ച്വലി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒരു എന്താണ് ലാസ്റ്റ് ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു, ബട്ട് ബിക്കോസ് ഓഫ് ടൈം വി കുഡന്റ് present the same in the last class. So this is what we are going to discuss today.
മെയിൻലി ദറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ആൻഡ് പോയിന്റിംഗ് വെക്ടർ. ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അതുപോലെ പോയിന്റിംഗ് വെക്ടർ എന്ന സംഭവത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇവിടെ എനർജി ഡെൻസിറ്റി അതുപോലെ ഇന്റൻസിറ്റി വേവ് വെലോസിറ്റി എന്ന ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ലേണിംഗ് ഔട്ട്കംസ്. ദാറ്റ് ഈസ് പോയിന്റിംഗ് വെക്ടർ എന്താണ്, അതുപോലെ തന്നെ എനർജി ആൻഡ് ഇന്റൻസിറ്റി, അതുപോലെ വെലോസിറ്റി കൺസെപ്റ്റ്, പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇതാണ് ഇതിന്റെ ഒരു റോഡ് മാപ്പ്. ഇത് ഓൾറെഡി എന്താണ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും ഒരു ഓവർവ്യൂ സെഷനിൽ. ഓക്കെ, നൗ ലെറ്റ് us സ്റ്റാർട്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട്. സോ ബേസിക്കലി ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം നമ്മൾ ഒരു ചാർജ് കൺസിഡർ ചെയ്യാം. ഒരു ചാർജിന്റെ മേലെ സ്വാഭാവികമായിട്ട് എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടാവും ഈ ഒരു ഫീൽഡ് കാരണം, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് കാരണം. ബേസിക്കലി ഒരു ഇലക്ട്രിക് ഫീൽഡ് എഫക്ട് ഉണ്ടാവും, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് എഫക്ട് ഉണ്ടാവും അല്ലെ. സോ ആ ഒരു കമ്പൈൻഡ് ഫോഴ്സിനെയാണ് നമ്മൾ ബേസിക്കലി ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത് അല്ലെ. മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ്. സോ ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താ? വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ലോറൻസ് ഫോഴ്സ്? ഇറ്റ് ഈസ് F is equal to Q into E plus V cross P അല്ലെ. ഇതാണ് നമ്മളെ ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ. വിത്ത് ദിസ് ടേം റെപ്രസെന്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് പാർട്ട് അല്ലെ. ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സിന്റെ ടേം ആണ് ഇത്. അതുപോലെ ഇതെന്താണ് നമ്മളെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ടേമിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ ഒരു എക്സ്പ്രഷൻ മൊത്തത്തിലാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് ഇൻ ജനറൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒരു എക്സ്പ്രഷൻ വേണം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നമ്മൾ ഡി എൽ ഉണ്ട്, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡി എൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഡി എൽ ഈക്വൽ ടു വി ഡി ടി എന്ന് എഴുതി കൂടെ. ദാറ്റ് ഈസ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ വി കൻ റൈറ്റ് ഡിസ്റ്റൻസ് ആസ് സ്പീഡ് ഇൻറ്റു ടൈം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എൽ. എഫിന്റെ എക്സ്പ്രഷൻ എന്താണ്? ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി. അതുപോലെ നമ്മുടെ ഡി എൽ എക്സ്പ്രഷൻ വി ഡി ടി ആണ്. സോ ടേക്കിംഗ് ദ ഡോട്ട് പ്രൊഡക്റ്റ് വി ഗെറ്റ് ക്യൂ ഇ ഡോട്ട് വി ഡി ടി. ആൻഡ് അഗെയിൻ എങ്ങനെ ഇത് കിട്ടി? നമ്മൾ ഫസ്റ്റ് ടേം എന്താണ്? ക്യൂ ഇ ഡോട്ട് വി ഡി ടി, അത് നമ്മൾ ഇവിടെ എഴുതി. സെക്കൻഡ് ടേം എന്താണ്? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഡോട്ട് വി ഡി ടി ആണ്. ബട്ട് ആ ഒരു ടേമിന്റെ എഫക്ട് ഇവിടെ നമ്മൾ RHS കാണുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് ഒരു കൺസിഡർ ചെയ്യാം ഒരു വെക്ടർ എ അതുപോലെ മറ്റൊരു വെക്ടർ ബി, ഇത് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് ആൻഡ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് എ, ഇങ്ങനെ ഒരു കേസ് കൺസിഡർ ചെയ്യാം. ബേസിക്കലി എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ബേസിക്കലി ഒരു വെക്ടർ കിട്ടണം അല്ലെ. ആ വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്നുള്ള രീതിയിൽ കിട്ടണം. അതിനെ നമുക്ക് സി ആയിട്ട് വിളിക്കാം. ഓക്കെ, അതായത് എ ക്രോസ് ബിന്റെ വാല്യൂ സി ആയിട്ട് എടുക്കാം, സി വെക്ടർ എടുക്കാം. ഡോട്ട് എ. ഇനി ഇതെന്താണ്? സി ഡോട്ട് എ വെച്ചാൽ എന്താണ്? ബേസിക്കലി സി എ കോസ് തീറ്റ ആണ്. സോ ഇവർ തമ്മിൽ തീറ്റ എന്താണ്? ബിക്കോസ് സി നമ്മൾ ഓൾറെഡി പറഞ്ഞു മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആയിരിക്കണം, ആ രീതിയിലാണ് നമ്മൾ എടുത്തത്. സോ സ്വാഭാവികമായിട്ട് എ എന്താണ്? എയും സിയും തമ്മിൽ ആംഗിൾ എന്താണ്? 90 ആണ്. സോ സി എ കോസ് 90 ആൻഡ് കോസ് 90ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ വി ഗെറ്റ് ദിസ് വാല്യൂ 0. സിമിലർലി ഹിയർ ഇവിടുത്തെ കേസിൽ എന്താണ്? നമ്മൾ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഡോട്ട് വി ഡി ടി, ഇത് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ സിമിലർ കേസ് അല്ലേ. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സിമിലർ കേസ് ആണ് അല്ലെ. നമ്മൾ ഇവിടെ വി എന്താണ്? രണ്ട് സൈഡിലും വി വരുന്നുണ്ട് അല്ലെ. ഒരു വി ക്രോസ് ബി ഡോട്ട് വി എന്നില്ല വരുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ട് ഇതിന്റെ ആൻസർ 0 ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ. ബട്ട് ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് എടുത്ത് എഴുതിയത്. അതുകൊണ്ട് ആ ടേം നമുക്ക് എന്താ ഇവിടെ RHS വരുന്നില്ല. സോ വി ഗെറ്റ് സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ഇ ഡോട്ട് വി ഡി ടി എന്ന് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ ജനറൽ ആയിട്ട് പറയാൻ പോവുകയാണ്. അത് നമ്മൾ ഇപ്പം ഒരു ചാർജിന്റെ കേസാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഒരു n ചാർജസ് വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. സോ n ഇൻറ്റു ഡി ഡബ്ല്യു, അതായത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഈ ഒരു എക്സ്പ്രഷൻ, അതുപോലെ ഡിവൈഡ് ബൈ ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? എൻ ക്യൂ ഇ ഡോട്ട് വി ഒരു എക്സ്പ്രഷൻ കിട്ടും. ആൻഡ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അഗെയിൻ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോയാണ്. അതായത് ജെ ഈക്വൽ ടു എൻ ക്യൂ വി എന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ജെ? ജെ ഈസ് കറന്റ് ഡെൻസിറ്റി. ജെ എന്ന് പറയുന്നത് കറന്റ് ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി വി ഗോട്ട് ജെ ഡോട്ട് ഇ എന്നുള്ളൊരു ടേം കിട്ടി. അതായത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം എന്ത് കിട്ടി? ജെ ഡോട്ട് ഇ എന്ന് കിട്ടി. ആൻഡ് വാട്ട് ഡസ് ദിസ് ജെ ഡോട്ട് ഇ എന്ന് പറയുന്നത്? ജെ ഡോട്ട് ഇ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി ഇറ്റ് ഇസ് എ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എനർജി ഡെസിപ്പേഷൻ എന്ന് പറയാം. അതായത് ഒരു കൈൻഡ് ഓഫ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് വർക്ക് പ്രൊഡ്യൂസ്, നമ്മൾ ഇവിടെ ചെയ്യുന്ന എനർജി പ്രൊഡ്യൂസിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ജെ ഡോട്ട് ഇ ബേസിക്കലി റെപ്രസെന്റ്സ് ദ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ എന്താ പറയുക എനർജി ഡെസിപ്പേഷൻ. അതായത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു ഹീറ്റ് ലോസ് ഒക്കെ സംഭവിക്കും. ഓക്കെ, അതാണ് നമ്മൾ ജെ ഡോട്ട് ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇനിയാണ് നമ്മൾ പോയിന്റിംഗ് തിയറം എന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അതായത് പോയിന്റിംഗ് വെക്ടർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെറിവേഷൻ. ഓക്കെ,
സോ ബേസിക്കലി നമ്മൾ ഇ ക്രോസ് എച്ച് എന്നൊരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്. ഓക്കെ, ഇ ക്രോസ് എച്ച് എന്നൊരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്. അതെന്താണ് നമ്മളിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് വെച്ചാൽ ബേസിക്കലി നമ്മളിവിടെ ഈ ഒരു എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എത്രത്തോളം എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ബേസിക്കലി അതാണ് നമ്മുടെ മെയിൻ ഇത്. എനർജി എത്രത്തോളം ട്രാൻസ്ഫർ ആയി പോകുന്നു അതിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിലൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇ ക്രോസ് എച്ച് എന്ന രീതിയിൽ എടുക്കുന്നത്. ബട്ട് നമ്മൾ ഇ ക്രോസ് എച്ച് മാത്രമായിട്ടല്ല എടുക്കുന്നത്, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ആണ്. അത് ഡൈവേർജൻസ് ഓഫ് ഇ ക്രോസ് എച്ച്. സോ അതാണ് നമ്മളിവിടെ പോയിന്റിംഗ് തിയറത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ LHS ഉണ്ടാവുക, ദാറ്റ് ഇസ് ഡൈവേർജൻസ് ഓഫ് ഇ ക്രോസ് എച്ച്. ഓക്കെ, സോ ഇ ക്രോസ് എച്ചിന്റെ ഡൈവേർജൻസ്. സോ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇതും നമ്മൾ മുന്നേ പഠിക്കുന്നതാണ്. അതായത് ബേസിക് ആയിട്ട് ഐഡന്റിറ്റി ദാറ്റ് ഇസ് ഡെൽ ഡോട്ട് എ ക്രോസ് ബി ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. So we get here del dot E cross H is equal to H dot del cross E minus E dot del cross H എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെൽ ക്രോസ് ഇയും അതേപോലെ ഡെൽ ക്രോസ് എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ മാക്സ്വെൽസ് കേൾ ഇക്വേഷൻ അല്ലെ ഇൻ മീഡിയം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ ഡൈഇലക്ട്രിക് വരുന്ന കേസിൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. അതായത് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. അതുപോലെ ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ ഡോ ഡി ബൈ ഡോ ടി പ്ലസ് ജെ ആണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ഡോട്ട് ഡോ ബി ബൈ ഡോ ടി മൈനസ് ഇ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി മൈനസ് ജെ ഡോട്ട് ഇ. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് മൈനസ് ഡോ ബി ബൈ ഡോ ടി ഡെൽ ക്രോസ് ഇന്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെൽ ക്രോസ് എച്ചിന്റെ സ്ഥലത്ത്, അത് ഞാൻ കുറച്ചുകൂടി അത് മനസ്സിലാൻ വേണ്ടി ഇവിടെ ഒന്നുകൂടി എഴുതണമെങ്കിൽ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വരേണ്ട മുന്നേലെ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇന്റെ പകരം എന്ത് എഴുതാം? മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് എഴുതാം അല്ലെ, ഡോ ബി ബൈ ഡോ ടി. ദെൻ മൈനസ് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ചിന്റെ പകരം ഡോ ഡി ബൈ ഡോ ടി പ്ലസ് ജെ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് എന്താണ് ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ ഈ മൈനസ് ഞാൻ പുറത്തേക്ക് വെച്ചു. അതാണ് ഇവിടെ മൈനസ് എച്ച് ഡോട്ട് ഡോ ബി ബൈ ഡോ ടി മൈനസ് ഇ ഇൻറ്റു ഡോ ഡി ബൈ ഡോ ടി ഇൻറ്റു ഇൻ ദ സെൻസ് ഡോട്ട് ആണ് ഉദ്ദേശിച്ചത്. അതേപോലെ മൈനസ് ജെ ഡോട്ട് ഇ. ഓക്കെ, സോ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ എക്സ്പ്രഷനാണ് നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പോകുന്നത്. സോ ലെറ്റ് us call this expression some hash or anything. ഓക്കെ, തൽക്കാലം ഞാൻ ഹാഷ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടേമിന് നമ്മളൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. അതായത് എച്ച് ഡോട്ട് ഡോ ബി ബൈ ഡോ ടി മൈനസ് ഇ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി, ഈ ഒരു ടേം മാത്രം. അതായത് നമ്മൾ ഈ ഒരു മൈനസ് ഇല്ല, ഇത്രപ്പൊരു ടേമിന് നമ്മൾ ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പോവുകയാണ്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ലീനിയർ ഡൈഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ അല്ലെ, ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ അതുപോലെ ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടേം എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടേം പറയുന്നത് ബേസിക്കലി എച്ച് ഡോട്ട് ഡോ ബി ബൈ ഡോ ടി പ്ലസ് ഇ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി. ഓക്കെ, ഈ ടേമിനാണ്, ഇത്രയും ടേമിനാണ് നമ്മൾ ഈ ഒരു ഏരിയനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻസ് ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആൻഡ് ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി കൻ റൈറ്റ് എച്ച് ഡോട്ട് ഡോ ബൈ ഡോ ടി മ്യൂ എച്ച് പ്ലസ് ഇ ഡോട്ട് ഡോ എപ്സിലോൺ ഇൻറ്റു ഇ ബൈ ഡോ ടി അല്ലെ, ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മ്യൂവിനെ പുറത്തേക്ക് ഇടുന്നു. ബാക്കി എനിക്ക് എന്ത് എഴുതാൻ പറ്റും? മ്യൂ എച്ച് ഡോട്ട് ഡോ എച്ച് ബൈ ഡോ ടി പ്ലസ് ഇതേപോലെ എപ്സിലോൺ ഇ ഡോട്ട് ഡോ ഇ ഡിവൈഡ് ബൈ ഡോ ടി, ഈ രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ ഇതിനൊരു സ്റ്റാർന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. സ്റ്റാർ, ലെറ്റ് മി കോൾ ദിസ് ഇക്വേഷൻ എ സ്റ്റാർ. ഓക്കെ, ഇക്വേഷൻ അല്ല ഈ ഒരു എക്സ്പ്രഷൻ. ഓക്കെ, ഇക്വേഷൻ പറയണമെങ്കിൽ രണ്ട് സൈഡും വേണമല്ലോ. സോ ബേസിക്കലി ഈ ഒരു എക്സ്പ്രഷൻ സ്റ്റാർ ആയിട്ട് വിളിച്ചു. ഇനി ഈ ഒരു എക്സ്പ്രഷൻ റീകോൾ എന്താണ്? ഡോ ബൈ ഡോ ടി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ്. അതായത് എ ഡോട്ട് എ, അത് എ എന്നൊരു വെക്ടർ ക്വാണ്ടിറ്റി എടുക്കുന്നു. എ ഡോട്ട് എ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എനിക്ക് അത് എന്തായിട്ട് എഴുതാം? നമ്മളെ ബേസിക് ആയിട്ട് നമ്മളെ എന്താണ് പ്രൊഡക്റ്റ് റൂൾ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാം? ഐ കൻ റൈറ്റ് ഇറ്റ് ആസ് എ ഡോട്ട് ഡോ എ ബൈ ഡോ ടി പ്ലസ് ഡോ എ ബൈ ഡോ ടി ഡോട്ട് എ. ഈ രീതിയിൽ എനിക്ക് എഴുതാമല്ലോ, തെറ്റില്ല. ഇതിന് എനിക്ക് എന്തായിട്ട് എഴുതാം? ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എനിക്ക് ഇതിനെ 2 ഇൻറ്റു എ ഡോട്ട് ഡോ എ ബൈ ഡോ ടി എന്ന് എഴുതി കൂടെ? അതും തെറ്റില്ല അല്ലേ? റൈറ്റ്. സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുന്ന തൊട്ട് മുന്നേ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അതായത് ഞാൻ ഈ ഒരു 2നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാണ്. സോ ബേസിക്കലി ഐ കൻ റൈറ്റ് ഇറ്റ് ആസ് 1/2 അല്ലെ, 1/2 ഡോ ബൈ ഡോ ടി
into A dot A ഈ രീതിയിൽ എഴുതുന്നത് and what it is equal to, it is equal to A dot dou A by dou T. Okay, I hope this is clear. സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ സ്റ്റാറുമായിട്ട് നോക്കിയാൽ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിലെ, നമ്മളിപ്പം എഴുതിയ എക്സ്പ്രഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേംസ് ആണ് ഇവിടെ സ്റ്റാറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പകരം നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന രീതിയിൽ നമുക്ക് സ്റ്റാറിലെ എക്സ്പ്രഷനെ മാറ്റി എഴുതാൻ പറ്റും. റൈറ്റ്, മാറ്റി എഴുതുന്നതിൽ തെറ്റില്ല. സോ substituting in this format in star, എനിക്ക് എന്ത് എഴുതാം? I can write it as mu h dot dou h by dou t നെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1 by 2 dou by dou t into h dot h എന്ന രീതിയിൽ എഴുതാൻ പറ്റും. റൈറ്റ്, അല്ല തെറ്റില്ലല്ലോ. സെയിം ഇതല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പ്ലസ് അഗൈൻ എപ്സിലോൺ ഇൻറ്റു 1 by 2 dou by dou t ഓഫ് എന്ത് എഴുതാൻ പറ്റും? ഇതേപോലെ I can write it as d dot e എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. റൈറ്റ്, d dot e എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. സോ ഡോ ബൈ ഡോ ടി ഓഫ് ഇ ഡോട്ട് ഇ, ഓക്കെ, ഇ ഡോട്ട് ഇ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതി. റൈറ്റ്. സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മ്യൂന് അതേപോലെ എപ്സിലോണ് ഞാൻ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 1 by 2 ഡോ ബൈ ഡോ ടി, ഈ മ്യൂവിനെ അകത്തേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഒരു എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എച്ച് മ്യൂ എച്ച് എന്ന് കിട്ടും. മ്യൂ എച്ച് പറഞ്ഞ എന്താണ്? ബി ആണ് അല്ലെ. സോ ബി ഡോട്ട് എച്ച് പ്ലസ് ഇതേപോലെ എപ്സിലോണിന് ചെയ്താൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1 by 2 ഡോ ബൈ ഡോ ടി അഗൈൻ ഇ ഇൻറ്റു എപ്സിലോൺ എന്താണ്? ഡി ആണ് അല്ലെ. സോ ഡി ഡോട്ട് ഇ എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ ഞാൻ എഴുതി. ഇനി ഈ ഒരു എക്സ്പ്രഷൻ ആണ് എനിക്ക് എവിടെ കാണാൻ പറ്റുന്നത്? എൻ്റെ സ്ക്രീനിലെ ഈ ഒരു ഭാഗത്ത്. സോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി ഡോ ബൈ ഡോട്ട് ഇനെ കൂടി കോമൺ ആയിട്ട് എടുത്തു. സോ ബാക്കിയുള്ള എക്സ്പ്രഷൻ 1 by 2 ബി ഡോട്ട് എച്ച് പ്ലസ് 1 by 2 ഡി ഡോട്ട് ഇ എന്നുള്ള രീതിയിൽ എഴുതി. അങ്ങനെ ഈ ഒരു ടേമിനെയാണ് നമ്മൾ പറയുന്നത് ദിസ് റെപ്രസെന്റ്സ് എ ചേഞ്ച് ഓഫ് സ്റ്റോർഡ് എനർജി. ചേഞ്ച് ഓഫ് സ്റ്റോർഡ് എനർജിനെയാണ് നമ്മൾ ഈ ഒരു ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ഈ ഒരു അല്ലെ, നമ്മൾ ഇവിടെ ഈ ഒരു ടേമിന്റെ പകരം ഒരു വേറൊരു രീതിയിൽ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സമയം ചെയ്തത്. സോ ഇനി നമ്മൾ ഈ മൈനസിന് ശേഷമുള്ള നമ്മൾ ഇപ്പൊ മാറ്റി എഴുതിയ ടേം അവിടെ കൊടുക്കുന്നു ഈ ഒരു നമ്മളെ ഹാഷ് എന്ന എക്സ്പ്രഷനിൽ. സോ നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഹാഷ് നമുക്ക് എന്ത് എഴുതാം? ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഇൻറ്റു 1 by 2 ബി ഡോട്ട് എച്ച് പ്ലസ് 1 by 2 ഡി ഡോട്ട് ഇ മൈനസ് ജെ ഡോട്ട് ഇ എന്ന് എഴുതാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡോ ബൈ ഡോട്ട് ഇ ഈ ടേമിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് പ്ലസ് ഡോ ബൈ ഡോ ടി 1 by 2 ബി ഡോട്ട് എച്ച് പ്ലസ് 1 by 2 ഡി ഡോട്ട് ഇ എന്നുള്ള രീതിയിൽ എഴുതി. And that is equal to minus j dot e. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇ ക്രോസ് എച്ച് എന്ന ടേമിനെ ഞാൻ എസ് ആയിട്ട് വിളിക്കുന്നു. ആൻഡ് ദാറ്റ് എസ് ഇസ് കോൾഡ് പോയിന്റിംഗ് വെക്ടർ. ആ എസിനാണ് ഞാൻ പോയിന്റിംഗ് വെക്ടർ എന്ന് വിളിക്കുന്നത്. സോ അതേപോലെ ഹാഫ് ബി ഡോട്ട് എച്ച് പ്ലസ് ഹാഫ് ഡി ഡോട്ട് ഇ എന്ന ടേമിനെ ഞാൻ യു ആയിട്ട് വിളിക്കുന്നു. ദാറ്റ് ഇസ് ബേസിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി. അതാണ് അതുകൊണ്ട് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡെൽ ഡോട്ട് എസ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ജെ ഡോട്ട് ഇ എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. സോ ഈ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ ഡു യു ഫീൽ എനി ഫെമിലിയാരിറ്റി വിത്ത് എനി ഓഫ് ദി ഇക്വേഷൻസ് ദാറ്റ് യു ഹാവ് ലേൺ? ഇതിന് മുന്നേ എപ്പോഴും പഠിച്ചിരുന്ന ഇക്വേഷൻ ആയിട്ട് സിമിലർ തോന്നുന്നുണ്ടോ? എനിക്കിത് കാണുമ്പോൾ വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് സിമിലർ ടു ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. ബേസിക്കലി എന്താണ് ഈ ഒരു എക്സ്പ്രഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് ഇസ് വാട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലെ. ചാർജിന്റെ കേസിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. സോ ബേസിക്കലി എന്താണ്? ഇത് റെപ്രസെന്റ്സ് ലോക്കൽ കൺസർവേഷൻ ഓഫ് ചാർജ്. സോ സിമിലർ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇതെന്തായിരിക്കണം? ബേസിക്കലി ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് ഇവിടെ ഡിഫറൻസ് എന്താണ്? നമ്മൾ ഈ ചാർജിന്റെ കേസിൽ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 0 ആണ്. ബട്ട് ഇവിടുത്തെ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിന്റെ ഈ ഒരു കേസിൽ നമുക്ക് എന്താണ്? നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 അല്ല, ഇവിടെ എന്താണ്? ഒരു മൈനസ് ജെ ഡോട്ട് ഇ എന്നൊരു ടേം വരുന്നുണ്ട്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഡിസിപ്പേഷൻ അല്ലെ. നമ്മൾ ആ ഒരു ഹീറ്റ് എനർജി ലോസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ഗെറ്റ്. ഇനി നമ്മൾ ഈ ടേംസിനെ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ പോയാണ്. സോ നമ്മൾ എന്താണ് പറഞ്ഞു? പോയിന്റിംഗ് വെക്ടർ എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. എസിനെയാണ് നമ്മൾ പോയിന്റിംഗ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് എസ്? എസ് ഇസ് ഇ ക്രോസ് എച്ച്. ഇ ക്രോസ് എച്ച് ആണ് എസ്. ആൻഡ് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? ദിസ് ഇസ് സിംപ്ലി സെഡ് ഡയറക്ഷണൽ എനർജി ഫ്ലക്സ്. ഡയറക്ഷണൽ എനർജി ഫ്ലക്സ് ആണ്, അതായത് എനർജി ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അതായത് ഞാൻ ഒരു ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നു, ഈ ഒരു ഡയറക്ഷൻ. സോ ഈ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ യൂണിറ്റ് ഏരിയയിൽ കടന്നു പോകുന്ന എനർജി ഫ്ലോ പെർ യൂണിറ്റ് ടൈം അതിനാണ് ഞാൻ പോയിന്റിംഗ് വെക്ടർ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു ടേമാണ് എനർജി ഡെൻസിറ്റി യു. സോ എനർജി ഡെൻസിറ്റി യു
നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു അല്ലേ. ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എക്സ്പ്രഷൻ ഇസ് U is equal to half B dot H plus half D dot E. ആൻഡ് ഈ ഒരു ടേം അല്ലെ ഹാഫ് ബി ഡോട്ട് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി മാഗ്നറ്റിക് ആയിട്ടുള്ള ടേം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ UM എന്നുള്ള രീതിയിൽ ഷോർട്ട് ആയിട്ട് എഴുതിയത്. അതുപോലെ ഹാഫ് ഡി ഡോട്ട് ഇ പറഞ്ഞാൽ ഇലക്ട്രിക് ആയിട്ടുള്ള ബന്ധപ്പെട്ട ടേം ആണ്. സോ UE എന്ന് എഴുതി. സോ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ U is equal to UM plus UE ആണ് എനർജി ഡെൻസിറ്റി. ഓക്കെ, നൗ നമുക്ക് ഈ ഒരു ഇപ്പൊ എന്താണ് കിട്ടിയത്, ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു എക്സ്പ്രഷൻ എന്താണ്, പോയിന്റിംഗ് വെക്ടറിന്റെ ആ ഒരു ഇക്വേഷൻ എന്താണ്, ഡെൽ ഡോട്ട് എസ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഡോട്ട് ഇ എന്നുള്ള രീതിയിലാണ് കിട്ടിയത് അല്ലെ. സോ ഇതെന്താണ്, ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഫോം ആണ് അല്ലെ, ഒരു ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ ആണ്. ഇനി ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോയിന്റ് വെക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജിന്റെ ഫ്ലോനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. ബട്ട് ചില സ്പെസിഫിക് കേസസ് ഉണ്ടാവും അല്ലെ, നമ്മൾ ഈ ഒരു സ്റ്റഡി കറണ്ട് അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിക് ചാർജ്, ആ കേസിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ബട്ട് എന്താണ് അവിടെ ഫ്ലോ നടക്കുന്നുണ്ടോ നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് പറയാൻ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലിസിറ്റ്ലി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്റഗ്രൽ ഫോം ഉപയോഗിക്കുന്നു. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇന്റഗ്രൽ ഫോം ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സോ ഇന്റഗ്രൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ പണ്ടേ പഠിച്ച ഒരു ഡൈവേർജൻസ് തിയറം ഉണ്ടല്ലേ. ഡൈവേർജൻസ് തിയറം എന്താണ്, ബേസിക്കലി എന്താണ്, വോളിയം ഇന്റഗ്രൽ അല്ലെ. വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് എന്നുള്ളൊരു ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്, നമ്മൾ സർഫസ് ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും അല്ലെ. ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റില്ല. ബേസിക്കലി ഇതാണ് നമ്മൾ ഡൈവേർജൻസ് തിയറം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വോളിയം ഡൈവേർജൻസ് ടേമിന്റെ വോളിയം ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാം, നമുക്കൊരു സർഫസ് ഇന്റഗ്രൽ എന്ന രീതിയിലേക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും. അതായത് എഫ് എന്നൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ എഫ് ഡോട്ട് ഡി എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ ഇവിടെ എക്സ്പ്രഷൻ എന്താണ്, ഡെൽ ഡോട്ട് എസ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ജെ ഡോട്ട് ഇ അല്ലെ. സോ നമ്മൾ ഇവിടെ സെയിം സംഭവം ചെയ്യുന്നു. എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എസ് ഡി വി പ്ലസ് അഗെയിൻ വോളിയം ഇന്റഗ്രൽ, എല്ലാത്തിനും വോളിയം ഇന്റഗ്രൽ എടുക്കുന്നു, ഡോ യു ബൈ ഡോ ടി ഡി വി ഈക്വൽ ടു എന്താണ്, വോളിയം ഇന്റഗ്രൽ മൈനസ് ജെ ഡോട്ട് ഇ ഡി വി അല്ലെ. അപ്പൊ ഇതെന്താണ്, ബേസിക്കലി ഈ ഒരു ടേം മാത്രം ഇവിടെ ഈ ഒരു ടേം മാത്രം ഡൈവേർജൻസ് ഫോമിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് എന്തായിട്ട് കൺവേർട്ട് ആയി പോകും, അത് നമ്മളെ സർഫസ് ഏരിയന്റെ ടേംസിൽ കൺവേർട്ട് ആയി പോകും, ഡബിൾ ഇന്റഗ്രൽ എന്ന രീതിയിൽ കൺവേർട്ട് ആയി പോകും. സോ അതിന് കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അതായത് നമ്മൾ യു വരുന്ന ടേമിനെ മാത്രം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടേം ബേസിക്കലി കിട്ടുന്നത്, ഈ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്, ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ദാറ്റ് ഇസ് മൈനസ് ഡോ യു ബൈ ഡോ ടി ഇന്റഗ്രൽ യു ഡി വി ഇസ് ഈക്വൽ ടു എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ അല്ലെ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സർഫസ് എസ് ഡോട്ട് ഡി എ പ്ലസ് ഇന്റഗ്രൽ ജെ ഡോട്ട് ഇ ഡി വി എന്നുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഇസ് ഷോയിങ് ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ടോട്ടൽ എനർജി ഇൻ വോളിയം. അത് മൊത്തത്തിലെ വോളിയത്തിലെ എന്താണ് ഡിക്രീസിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ എന്താണ് എസ് ഡോട്ട് ഡി എന്താണ്, അതായത് ക്ലോസ് സർഫസ് ഇന്റഗ്രൽ എസ് ഡോട്ട് ഡി എന്താണ് ഉദ്ദേശിക്കുന്നത്, ദിസ് ഇസ് ദ നെറ്റ് എനർജി ഫ്ലോ ഔട്ട് ഓഫ് ദ സർഫസ്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഏരിയ അല്ലെ, നെറ്റ് എനർജി ഫ്ലോ ഔട്ട് ഓഫ് ദ സർഫസ്. അതേപോലെ ഈ ജെ ഡോട്ട് ഇ ഇന്റഗ്രൽ ജെ ഡോട്ട് ഇ ഡി വി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഷോസ് ദ ജൂൾ ലോസ് എനർജി ഡെസിപ്പേഷൻ. ഓക്കെ, സോ ഈ മൊത്തം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലൂടെ എക്സ്പ്ലിസിറ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു ഇന്റഗ്രൽ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത കാര്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് എന്ന രീതിയിൽ physical meaning of S. So S എന്താണ്, basically നമ്മൾ mathematically represent ചെയ്യുമ്പോൾ S is equal to E cross H ആണ്. So it represents the rate of energy flow across a unit area perpendicular to the direction of propagation. Direction of propagation perpendicular ആയിട്ട് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന, അക്രോസ് ആയിട്ട് പോകുന്ന എന്താണ് പെർ യൂണിറ്റ് ടൈം എന്താണ് ആ ഒരു എനർജി ഫ്ലോനെ ഒരു മെഷർ ആണ് ബേസിക്കലി നമ്മൾ എന്താ പറയുന്നത് ഈ പോയിന്റിംഗ് വെക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പോയിന്റിംഗ് വെക്ടർ ഫോർ പ്ലെയിൻ വേവ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ബേസിക്കലി നമ്മൾ പ്ലെയിൻ വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പോളറൈസ് വേവ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ Z ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ലീനിയർലി പോളറൈസ്ഡ് കേസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി റിട്ടൺ ആസ് E = x cap E0 cos kz minus omega t. അതായത് നമ്മൾ റിയൽ പാർട്ടാണ് എഴുതുന്നത്. അതുപോലെ H ന് നമുക്ക് എന്ത് എഴുതും, H = y cap E0 by eta cos kz minus omega t. സോ നമുക്കറിയാം നമ്മൾ ഈ റിലേഷൻ ഉണ്ട് അല്ലെ, H0 is equal to E0 by eta. ഓക്കെ, സോ ആ ഒരു റിലേഷൻ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് നമ്മൾ H0ന്റെ പകരം E0 by eta എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ ഇവിടെ ഇപ്പോൾ എഴുതാൻ പറ്റിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റന്റീനിയസ് പോയിന്റ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി, S = E cross H കണ്ടുപിടിച്ചാൽ മതി. സോ ബേസിക്കലി S = E cross H നമ്മൾ എന്ത് എഴുതിയാൽ മതി, S = ഇന്റെ എക്സ്പ്രഷൻ എന്താണ്, E0 cos kz minus omega t. അത് ഇൻറ്റു എച്ചിന്റെ എക്സ്പ്രഷൻ എന്താണ്, അതായത് എച്ചിന്റെ എക്സ്പ്രഷൻ എന്താണ് വരിക in terms of E0 by eta cos kz minus omega t. എന്നാൽ ഇത് വെക്ടർ ആയതുകൊണ്ട് ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം അല്ലെ, അതായത് എക്സ് ക്യാപ് ക്രോസ് വൈ ക്യാപ്. സോ എക്സ് ക്യാപ് ക്രോസ് വൈ ക്യാപ് എന്താണ്, ബേസിക്കലി സെറ്റ് ക്യാപ്. അതാണ് ഇവിടെ
സെറ്റ് ക്യാപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയത്. ബാക്കി എന്താണ് E0 സ്ക്വയർ ബൈ ഈറ്റ കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് കിട്ടി. ആൻഡ് ദിസ് ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ. അങ്ങനെയാണ് നമുക്ക് ആവറേജ് പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാം. ആവറേജ് പോയിന്റിംഗ് വെക്ടർ അല്ലെങ്കിൽ പവർ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിന്റെ ആവറേജ് എടുത്താൽ മതി. സോ ബേസിക്കലി ഈ ടേംസ്, ഈ കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന ടേം ഒഴികെ ബാക്കി എല്ലാ ടേം എന്താണ് അതേപോലെ തന്നെ റിമെയിൻ ചെയ്യും. ബട്ട് ആവറേജ് ഓഫ് കോസ് സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആവറേജ് ഓഫ് കോസ് സ്ക്വയർ പഠിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വാല്യൂ 1/2 ആണ്. സോ ആ ഒരു വാല്യൂ 1/2 കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പോയിന്റിംഗ് വെക്ടർ ഇസ് ഈക്വൽ ടു സെറ്റ് ക്യാപ്പ് 1/2 ഈറ്റ E0 സ്ക്വയർ. ഓക്കെ, സോ അഗൈൻ ഇതും എന്താ നമുക്ക് വളരെ പ്രോബ്ലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ഈ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എനർജി ഡെൻസിറ്റി ഓഫ് എ പ്ലെയിൻ വേവ്. ഒരു പ്ലെയിൻ വേവിന്റെ എനർജി ഡെൻസിറ്റിന്റെ എക്സ്പ്രഷൻ നോക്കാം. സോ ബേസിക്കലി ടോട്ടൽ എനർജി ഡെൻസിറ്റിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: U is equal to half epsilon E0 square cos square kz minus omega t plus half mu H0 square cos square kz minus omega t. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബേസിക്കലി എന്താ ടോട്ടൽ എനർജി ഡെൻസിറ്റി ആണ്, ഇറ്റ്സ് എ സം അല്ലെ, സം ഓഫ് ഇലക്ട്രിക്കൽ എനർജി അതുപോലെ മാഗ്നറ്റിക് എനർജിന്റെ സം ആണ്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഹാഫ് മ്യൂ H0 സ്ക്വയർ, അതായത് നമ്മുടെ മാഗ്നറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ E സ്ക്വയർ ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ ഇത് പണ്ട് പഠിക്കുന്നതാണ്. ഇത് കുറച്ചുകൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണമെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ ഓർമ്മിച്ച് വെക്കാം. H0 പറയുന്നത് എന്താണ്? 1/η ഓഫ് E0 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈറ്റ, ഈ നമ്മളെ ഇൻട്രിൻസിക് ഇമ്പിഡൻസ് റിലേഷൻ ഉണ്ട് അല്ലെ, ഈ ഒരു റിലേഷൻ ഇല്ലതായിട്ട് ഓർമ്മയില്ലേ? മ്യൂ ബൈ എപ്സിലോൺ, ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റിലേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ H0 ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് നേരെ തിരിച്ചെടുക്കുക അല്ലെ. ദാറ്റ് ഈസ് 1/η ആയതുകൊണ്ട് നമുക്ക് തിരിച്ചെഴുതിയാൽ എപ്സിലോൺ ബൈ മ്യൂ ഇൻറ്റു E0. സോ നമ്മൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? H0 സ്ക്വയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ മ്യൂ ഇൻറ്റു E0. സോ നമ്മൾ ഇനി നമുക്ക് മ്യൂവിന് ഒരു സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മ്യൂ ഇൻറ്റു H0 സ്ക്വയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു E0 സ്ക്വയർ. ഓക്കെ, ഇനി രണ്ട് സൈഡ് 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? You can get it as half mu H0 square into half epsilon E0 square എന്ന് കിട്ടും. E0 square എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഷോസ് ദാറ്റ് എന്താണ്? മാഗ്നറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രോപ്പർ ഡെറിവേഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഇത് ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാം. സോ നമ്മൾ മാഗ്നറ്റിക് എനർജി അതുപോലെ ഇലക്ട്രിക് എനർജി ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ആവറേജ് എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ E0 സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ബേസിക്കലി ഈ രണ്ട് ടേംസ് ബൈ 2 എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഈ ഒരു ടേംസ് ഈക്വൽ ആയതുകൊണ്ട്, അതായത് ഹാഫ് മ്യൂ H0 സ്ക്വയർ ഈക്വൽ ഹാഫ് എപ്സിലോൺ E0 സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതുപോലെ തന്നെ നമ്മൾ കോസ് സ്ക്വയറിന്റെ ആവറേജ് എടുക്കുമ്പോൾ എന്താണ്? നമുക്ക് 1/2 ആണെന്ന് അറിയാം. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ ആവറേജ് എനർജി ഡെൻസിറ്റി എന്നത് ഹാഫ് എപ്സിലോൺ E0 സ്ക്വയർ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നൗ let us see what is intensity. Intensity I കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. So basically energy crossing a unit area in unit time. Energy crossing a unit area in unit time നെയാണ് നമ്മൾ ഇന്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ വരാം. അതാണ് നമ്മളെ പോയിന്റിംഗ് വെക്ടറും ഇതേപോലെ സിമിലർ ടേംസ് അല്ലേ. ബട്ട് അങ്ങനെയല്ല, ഇത് ഡിഫറെന്റ് ആണ്. സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാം, ബട്ട് എന്താണ് ഇൻ ടേംസ് ഓഫ് ഡെഫിനേഷൻ സിമിലാരിറ്റി ഉണ്ട്. ബട്ട് ഇതെന്താണ്? ഇത് ഇവിടെ മറ്റേത് എന്തായിരുന്നു? നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി ആയിരുന്നു. ബട്ട് ഇത് അങ്ങനെയല്ല. സോ എനർജി ക്രോസിംഗ് എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ആവറേജ് എനർജി ഡെൻസിറ്റിനെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയായാൽ നമുക്ക് എന്ത് എക്സ്പ്രഷൻ കിട്ടും? I is equal to half epsilon B E0 സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ B is equal to 1/root of mu into root of mu into epsilon എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വിന്റെ പകരം. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഹാഫ് റൂട്ട് ഓഫ് എപ്സിലോൺ ബൈ മ്യൂ E0 സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ഈറ്റയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്കറിയാം ഈറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ ആണ്. സോ ആ ഒരു എക്സ്പ്രഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റൻസിറ്റി ഇസ് ഈക്വൽ ടു 1/2 ഈറ്റ ഇൻറ്റു E0 സ്ക്വയർ എന്ന രീതിയിലേക്ക് മാറ്റി എഴുതുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അഗൈൻ ഈ ഒരു റിലേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഇന്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈറ്റ എന്ന് എഴുതിക്കൂടെ? തെറ്റില്ലല്ലോ. ദാറ്റ് ഈസ് ഹയർ ഈറ്റ മീൻസ് ലോവർ ഇന്റൻസിറ്റി ഫോർ സെയിം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ ആ ഒരു ഡിപ്പെൻഡൻസും മനസ്സിലാക്കുക. ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇവർ തമ്മിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് വെലോസിറ്റി VP എന്താണ്? സോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ മതി? നമ്മൾ ബേസിക്കലി ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ബേസിക് ഒരു വേവിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ വേവിന്റെ എന്തുണ്ടാവും? ഒരു ക്രസ്റ്റ് ഉണ്ടാവും അല്ലെ, ക്രസ്റ്റ്, അതേപോലെ ട്രഫ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ക്രസ്റ്റിന്റെ മാത്രമായിട്ട് നമ്മൾ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഇൻഡിവിജ്വൽ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രഫിന്റെ വേവ് നോക്കുകയാണെങ്കിൽ ആ വെലോസിറ്റിയാണ് നമ്മൾ ബേസിക്കലി ഫേസ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വെലോസിറ്റി ഓഫ് കോൺസ്റ്റന്റ്
phase. Okay, so what does it describe? It describes the motion of individual wave front, that is crest അല്ലെങ്കിൽ trough. Okay, ഇനി നമ്മൾ ഇങ്ങനെ ഇത് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ബേസിക്കലി ഈ ഒരു ഇൻഫോർമേഷൻ നമുക്ക് എന്താണ് ബേസിക്കലി നമ്മൾ എന്തിനാണ് ഈ വേവ് ഒക്കെ ഉപയോഗിക്കുന്നത്? നമ്മൾ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സിഗ്നൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ ഈ ഫേസ് വെലോസിറ്റി എന്ന ക്വാണ്ടിറ്റി നമുക്ക് ഒരിക്കലും നമുക്കൊരു ഇൻഫോർമേഷൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേസിൽ ഒരു കൈൻഡ് ഓഫ് യൂസ് നമുക്ക് തരുന്നില്ല എന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയ ആണ് കൺസിഡർ. ഒരു ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ ബേസിക്കലി നമുക്ക് പല വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് പല ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ ഉണ്ട്, അങ്ങനത്തെ ഒരു വേവ്സ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. സോ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റി അല്ല ഫേസ് വെലോസിറ്റി. ബട്ട് നമുക്ക് നോക്കാം എന്താണ് ഇനി ഫേസ് വെലോസിറ്റിന്റെ ഫർദർ കാര്യങ്ങൾ. സോ ഫേസ് വെലോസിറ്റി നമ്മൾ എന്താണ്, നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ, ജനറൽ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, അതായത് നമ്മൾ എക്സലറേഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? E=E0 e⁻⁻ എന്ന് എഴുതാൻ പറ്റും. സോ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം ഇതെന്താണ്? വെലോസിറ്റി ഓഫ് കോൺസ്റ്റന്റ് ഫേസ്. സോ നമ്മൾ ഫേസ് സെർച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? kx−ωt എന്ന പാർട്ടിനാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത് അല്ലെ ഇവിടെ. സോ kx−ωt കോൺസ്റ്റന്റ് എനിക്ക് എഴുതിക്കൂടെ ആസ് പെർ ദ ഡെഫിനിഷൻ. അഗൈൻ ഞാൻ എന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് ടു ടൈം ഞാൻ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? k dx/dt -ω=0 എന്ന് കിട്ടുമല്ലോ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? k dx/dt = ω എന്ന് എഴുതാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? dx/dt = ω/k എന്ന് എഴുതാം. ആൻഡ് അഗൈൻ വാട്ട് ഈസ് dx/dt? ഇറ്റ്സ് എ വെലോസിറ്റി, റൈറ്റ്? അതുകൊണ്ടാണ് ഈ ഒരു വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് വെലോസിറ്റി. ആൻഡ് ദ എക്സ്പ്രഷൻ ഈസ് vp dx/dt ω/k. Again, this expression is very much useful or important for calculations. Okay, so ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാൽക്കുലേഷൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒക്കെ യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ ഒരു മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഫേസ് വെലോസിറ്റിന്റെ റിലേഷൻ വരുന്നത് ചോദിച്ചാൽ, റിലേഷൻ ഈസ് ഓൾറെഡി നോൺ റിലേഷൻ, അറിയുന്ന റിലേഷൻ തന്നെയാണ്. vp = c/n. ഓക്കെ, ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ തന്നെയാണ്. ഓക്കെ, സോ ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഇൻഫോർമേഷൻ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു കേസിലെ വേവ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏത് ക്വാണ്ടിറ്റിയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? അതായത് വേവിന്റെ വെലോസിറ്റി നമുക്ക് എങ്ങനെയാണ്, ഏത് കൈൻഡ് ഓഫ് വേവ് വെലോസിറ്റി ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? സോ ആ ഒരു കൈൻഡ് ഓഫ് വെലോസിറ്റിനെയാണ് നമ്മൾ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി, vg. സോ ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വേവ് പല ആംപ്ലിറ്റ്യൂഡിൽ ഒരു വേവ് ഉണ്ടെന്ന് വിചാരിക്കുക. പല ആംപ്ലിറ്റ്യൂഡിൽ വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇങ്ങനത്തെ കുറച്ച് വേരിയേഷൻസ് ഉള്ള വേവിനെയാണ് നമുക്ക് ബേസിക്കലി നമുക്കൊരു ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെ എന്താണ്? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ആയിട്ട് ബന്ധമുണ്ട് അല്ലെ? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി വേരിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന്റെ എന്താണ് ഒരു കർവ് എന്ന രീതിയിൽ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഇതിന്റെ ഈ ടോപ്പ് പോയിന്റ്സ് ഒക്കെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരു കർവ് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഈ കർവിനെയാണ് ഞാൻ ബേസിക്കലി എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എൻവലപ്പ് ഓഫ് ദ വേവ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ ഔട്ടർ ആയിട്ടിലെ ഈ ഒരു സ്ട്രക്ചറിനെ ഞാൻ ഈ ഒരു കർവിനെയാണ് ഞാൻ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി അതിന്റെ മുന്നേ ഒരു ടേം വേവ് പാക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ബേസിക്കലി ഇറ്റ് ഈസ് ദ സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് വിത്ത് സ്മോൾ സ്പ്രെഡ് ഇൻ k. അതായത് നമ്മൾ k എന്താണ്? പ്രൊപ്പഗേഷൻ അല്ലെ, നമ്മുടെ ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ അതിന്റെ ഒരു ചെറിയ ഡിഫറൻസ് വരുന്ന എല്ലാ വേവ്സിന്റെ സൂപ്പർപൊസിഷനാണ് നമ്മൾ ഒരു വേവ് പാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബേസിക്കലി വാട്ട് ഈസ് ഇറ്റ് യൂസ്ഫുൾ? ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു റെപ്രസെന്റ് സിഗ്നൽ ഓർ ഇൻഫർമേഷൻ അല്ലെ, സിഗ്നൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ഡെറിവേഷൻ എന്ന രീതിയിൽ നിങ്ങളെ മെറ്റീരിയൽ പറയുന്നുണ്ട്. ബട്ട് അത് നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല ആ ഡെറിവേഷൻ. ബിക്കോസ് നമുക്ക് ഇവിടെ എന്താ ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ യൂസ്ഫുൾ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ ഫർദർ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു രീതിയിൽ പറയാം. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ഇന്റഗ്രൽ E0 k e⁻⁻ dk വിത്ത് റെസ്പെക്ട് ടു k എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇവിടെ എന്ത് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ω നമ്മൾ ടേലർ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ അബൌട്ട് ദ പോയിന്റ് k0 എന്ന പോയിന്റിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം ω k0. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ ഉണ്ടല്ലോ k-k0 ഇൻറ്റു ω, ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അല്ലെ ഈ ഒരു ടേം ആണ് ഞാൻ എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ω ഈ ഒരു രീതിയിൽ എനിക്ക് ടൈലർ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ k-k0 എന്നുള്ള ആ രീതിയിലൊക്കെ എന്താണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു എക്സ്പ്രഷൻ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും ഇയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് എന്താണ് ഒരു വലിയ ലോങ് ടേം കിട്ടുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് a(x) എന്നൊരു ജനറൽ ഒരു ടേം എടുക്കുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മൾ dω/dk എന്ന രീതിയിൽ ആ ഒരു എക്സ്പ്രഷൻ എക്സ്പോണൻഷ്യൽ ടേമിന് നമുക്ക് ബേസിക്കലി ഒരു ടേം കിട്ടും. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിനെ വെലോസിറ്റി എന്ന രീതിയിൽ വിളിക്കുന്നു. ദാറ്റ് ഈസ് അതിന്റെ ആ ഒരു വെലോസിറ്റിനെയാണ് നമ്മൾ vg എന്ന രീതിയിൽ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് വെലോസിറ്റി.
സോ ബേസിക്കലി അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഓർത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെറ്റീരിയലിൽ ആ ഡെറിവേഷൻ ഒന്ന് നോക്കാം. അത് അധികം ടഫ് ആയിട്ടുള്ള ഡെറിവേഷൻ അല്ല, ബട്ട് എന്താണ് അത് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഡെറിവേഷൻ അല്ല. ബേസിക്കലി നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഗ്രൂപ്പ് വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ നടത്തുന്നത് Vg ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ ആണെന്ന് ഓർത്ത് വെക്കുക. സോ ബേസിക്കലി ദിസ് ഇസ് ദ സ്പീഡ് അറ്റ് വിച്ച് എനർജി ആൻഡ് ഇൻഫർമേഷൻ ട്രാവൽ. സോ നമ്മളൊരു എനർജി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി എന്താണ് നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നൗ ലെറ്റ് us spot the difference. Okay, നമ്മൾ ഫേസ് വെലോസിറ്റി നോക്കി, ഗ്രൂപ്പ് വെലോസിറ്റി നോക്കി. സോ എന്താണ് ഫേസ് വെലോസിറ്റി? ബേസിക്കലി ഇറ്റ് ഇസ് ദ സ്പീഡ് ഓഫ് ഇൻഡിവിജ്വൽ വേവ് ക്രസ്റ്റ് അല്ലെ. ആ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് വെലോസിറ്റിയിലേക്ക് വരികയാണെങ്കിലോ ഇറ്റ് ഇസ് ദ സ്പീഡ് ഓഫ് എൻവലപ്പ്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എനർജി ട്രാൻസ്പോർട്ടിന്റെ സ്പീഡ്. അതിനാണ് നമ്മൾ വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ ഓർത്ത് വെക്കുക. സോ വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ, അതേപോലെ എന്താണ് വി പി ഈക്വൽ ടു സി ബൈ എന്നിലെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. സോ ഇത്രയും ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക, ബിക്കോസ് ഇതാണ് നമുക്ക് പ്രോബ്ലത്തിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് തന്നിട്ടുണ്ട്. ഫ്രീ സ്പേസിലാണ് എക്സ്പോളൈസ്ഡ് ആയിട്ടുള്ള വേവ്, സെറ്റ് പ്രൊപ്പഗേഷനിലാണ് നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു എക്സ് ക്യാപ് 10 cos 2 × 10⁷ z മൈനസ് ഒമേഗ ടി വോൾട്ട് പെർ മീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്താണ് ഇവിടെ ചോദ്യം വരുന്നത്? കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രൊപ്പഗേഷൻ വെക്ടർ കെ, ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ആൻഡ് ഫ്രീക്വൻസി ന്യൂ. സോ ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? പ്രൊപ്പഗേഷൻ വെക്ടർ കെ അല്ലെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രൊപ്പഗേഷൻ വെക്ടർ കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബേസിക്കലി ഇവിടെ നമുക്ക് വലിയ പണി ഇല്ല എന്ന് പറയാം അല്ലെ. കെന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക വെച്ചാൽ എന്താണ്? കെന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ ഗിവൺ എന്താണ്? ഇ ഇസ് ഈക്വൽ ടു എക്സ് ക്യാപ് 10 cos 2 × 10⁷ z മൈനസ് ഒമേഗ ടി വോൾട്ട് പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ആൻഡ് നമ്മൾ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? കമ്പയറിംഗ് ടു E is equal to എന്താണ്? x cap E0 cos kz മൈനസ് ഒമേഗ ടി വോൾട്ട് പെർ മീറ്റർ അല്ലെ. വോൾട്ട് പെർ മീറ്റർ നമ്മൾ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? കെന്റെ വാല്യൂ എന്താണ്? ഫ്രം ഹിയർ വി കൻ റൈറ്റ് k is equal to 2 × 10⁷ യൂണിറ്റ് എന്താണ്? മീറ്റർ ഇൻവേഴ്സ്. സോ ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ വലിയ കാൽക്കുലേഷൻ ഒന്നും ആവശ്യം വന്നില്ല, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിട്ട്. ഇനി അടുത്തത് എന്താണ്? കെന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി എന്താണെന്ന് കണ്ടുപിടിക്കുക. സോ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ കെ ആയിട്ട് വേറൊരു റിലേഷൻ ഉണ്ട്. കെ ഇസ് ഈക്വൽ ടു 2π/λ എന്നുള്ള ഒരു റിലേഷനും കൂടി ഉണ്ട്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് അറിയുന്ന റിലേഷൻ തന്നെ ആയിരിക്കും. അതായത് കെ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്, 2π/λ എന്ന് പറയുന്നത് ഇവിടെ വേവ് ലെങ്ത് ആണ്. സോ ആ റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഒമേഗ ഇത് നോക്കാം. ഒമേഗ എന്താണ്? ഒമേഗ പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ എന്നിട്ട് നമ്മൾ റിലേഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. ന്യൂ എന്ന് പറയുന്നത് ലീനിയർ ഫ്രീക്വൻസി. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ 2π ന്യൂ എന്നുള്ള റിലേഷൻ ഉണ്ട്. അത് കൂടാതെ നമുക്ക് വേറൊരു റിലേഷൻ ഉണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു സി കെ എന്നിട്ടൊരു റിലേഷൻ ഉണ്ട്. ഒമേഗ ഈക്വൽ ടു സി കെ എന്നിട്ടൊരു റിലേഷൻ ഉണ്ട് അല്ലെ. സോ ആ റിലേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുകയാണ്. സോ ഇവിടെ 3 × 10⁸ ആണ് സി. കെ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം 2 × 10⁷ ആണ്. സോ നമുക്ക് ബേസിക്കലി ഇവിടെ എന്ത് കിട്ടി? 6 × 10⁻15 റേഡിയൻ പെർ സെക്കൻഡ് എന്ന രീതിയിൽ നമുക്ക് ഒമേഗ കിട്ടി. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത്, അടുത്ത കണ്ടുപിടിക്കേണ്ട എന്താണ്? യു ടു ഫൈൻഡ് ലീനിയർ ഫ്രീക്വൻസി അല്ലെ, ന്യൂ. ന്യൂ ഈ പറഞ്ഞ എക്സ്പ്രഷൻ എന്താണ്? 2π ന്യൂ എന്നുള്ള ആ റിലേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഒമേഗ ഈക്വൽ ടു 2π ന്യൂ ആണെങ്കിൽ ബേസിക്കലി ഒമേഗ ബൈ 2π ആണ് നമ്മളെ എന്ത് പറയുന്നത്? ലീനിയർ ഫ്രീക്വൻസി. സോ ഒമേഗന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു റൈറ്റ്. ഇത് 6 × 10⁻15 ഡിവൈഡ് ബൈ 3 × എന്താണ് 2 × എന്താണ് 3.14. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് നമുക്ക് കിട്ടുക 9.54 × 10⁻14 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ആദ്യം ചോദിച്ച സബ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമൈൻ ദ ഇൻട്രിൻസിക് ഇംപീഡൻസ് ഈറ്റ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എച്ച്. ഓക്കെ, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ചെയ്യാം. നമ്മളെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻട്രിൻസിക് ഇംപീഡൻസ് അല്ലെ. ഇൻട്രിൻസിക് ഇംപീഡൻസിന്റെ റിലേഷൻ എന്താണ്? വി ഹാവ് ഇൻട്രിൻസിക് ഇംപീഡൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന റിലേഷൻസ് ഒരു റിലേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഫ്രീ സ്പേസ് ആണ് പറയുന്നത് അല്ലെ. ഫ്രീ സ്പേസ് ആണ് പറഞ്ഞ കണ്ടീഷൻ. സോ ഈറ്റ 0 ഈസ് ഈക്വൽ ടു എന്താണ്? √of
mu 0 divided by epsilon 0. Again, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ഇത് ഓൾറെഡി നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിന്റെ വാല്യൂ എത്രയാണ്? 120 പൈ ഓം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാം? 377 ഓം എന്നാണെന്ന് പറയാം. സോ ഇതെന്താണ്, നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വാല്യൂ ഓർമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. സോ ബേസിക്കലി നമുക്ക് H0 ആണ് കാണേണ്ടത്. H0 ആണ് കാണേണ്ടത്. അഗെയിൻ H0 E0 തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് H0 ഈക്വൽ ടു 1/η into E0 റിലേഷൻ ഉണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ഡയറക്ട്ലി ആ റിലേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ മീനിങ് ഫുൾ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ഓക്കെ, സോ എനിക്കിപ്പോൾ ഇവിടെ എന്ത് ചെയ്താന്ന് വെച്ചാൽ H is equal to E into ഇന്റെ എക്സ്പ്രഷൻ എന്താണ്? EH എന്താണ്? E അല്ലെങ്കിൽ E0 എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ H0 is equal to E0 cos kz minus omega t. ഇതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ദാറ്റ് ഈസ് 1/η വെച്ചാൽ എന്താണ്? 1/η എന്നത് 1 ഇവിടെ η0, സോ ബേസിക്കലി 377 ഇൻറ്റു E0 എന്താണ്? 10. അഗൈൻ കോസ് കെന്റെ വാല്യൂ എന്താണ്? കെന്റെ വാല്യൂ വരുന്നത് 2 ഇൻറ്റു 10⁻⁷ z മൈനസ് ഒമേഗയുടെ എക്സ്പ്രഷൻ എന്താണ്? ഒമേഗയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ. ദ വാല്യൂ ഈസ് 6 ഇൻറ്റു 10⁻15 അത് ഇൻറ്റു ടി. ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ H0ന്റെ എക്സ്പ്രഷൻ വരുന്നത്. അഗെയിൻ എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് H വേരീസ് അല്ലെ, വേരീസ്. ബട്ട് മിനിമം വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് Hന്റെ മിനിമം വാല്യൂ എന്നല്ല, Hന്റെ മാക്സിമം വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ, മാക്സിമം വാല്യൂ ഓഫ് H0 പറയുന്നത് ബേസിക്കലി H0 is equal to എന്താണ്? 1/η into E0. ദാറ്റ് ഈസ് 1/η. ഈറ്റ എന്താണ് ഇവിടെ? ബേസിക്കലി 120 പൈ ഓം അല്ലെ. അത് ഇൻറ്റു E0 എന്താണ്? 10 ആണ്. സോ ബേസിക്കലി എന്താണ്? 1/12 പൈ ആംപിയർ. യൂണിറ്റ് എന്താണ്? ആംപിയർ പെർ മീറ്റർ. ഓക്കെ, സോ ഇതാണ് നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് H0 എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതണം. അതായത് H0 is equal to 1/377 10 cos 2 into 10⁻⁷ z minus 6 into 10⁻15t. അതായത് നമുക്ക് ഇവിടെ എന്താണ്? ടീന്റെ അനുസരിച്ച് നമുക്ക് വേരി ചെയ്യും H0ന്റെ വാല്യൂ. ബട്ട് നമ്മൾ മാക്സിമം വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ടും എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒബ്റ്റെയിൻ ദ ആവറേജ് വാല്യൂ ഓഫ് പോയിന്റിംഗ് വെക്ടർ S. സോ ആവറേജ് വാല്യൂ ഓഫ് പോയിന്റിംഗ് വെക്ടർ S. സോ ആവറേജ് വാല്യൂ ഓഫ് S അല്ലെ, അതെന്താണ്? ബേസിക്കലി നമ്മൾ അതിന്റെ എക്സ്പ്രഷനും പഠിച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഹാവ് 1/2 ഇൻറ്റു ഈറ്റ, 1/2 ഇൻറ്റു ഈറ്റ E0 സ്ക്വയർ ഇൻറ്റു z ക്യാപ്പ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. 1/2 ഈറ്റ പറഞ്ഞ് ഈറ്റ 0 ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. സോ 1/2 ഇൻറ്റു 120 പൈ E0 സ്ക്വയർ 10 സ്ക്വയർ ഇൻറ്റു z ക്യാപ്പ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 0.13 z ക്യാപ്പ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. So now let us move to another question. So the question is, an electromagnetic wave propagates through a medium where the refractive index n of omega varies with the frequency n of omega as n of omega equal to 1 plus a by omega, where a is a constant. Obtain the expression for phase velocity and group velocity. So phase velocity group velocity ന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. സോ നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് ഇവിടെ ഫ്രീക്വൻസി അല്ലെ ഒമേഗ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ എന്താണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതെന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ആംഗുലർ ഫ്രീക്വൻസി n of omega എന്നാണ് തന്നിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വി പി ആണ് അല്ലെ. വി പിന്റെ റിലേഷൻ എന്താണ്? വി പി ഇസ് ഈക്വൽ ടു രണ്ട് റിലേഷൻ ഉണ്ട്. ഒന്ന് ഒമേഗ ബൈ കെയും അതേപോലെ എന്താണ്? സി ബൈ എന്നും. അപ്പൊ ഇവിടെ നമുക്ക് എൻ ആണ് മെയിൻ ആയിട്ട് തന്നിട്ടുള്ളത് അല്ലെ. എൻ ഓഫ് ഒമേഗ രീതിയിൽ 1 പ്ലസ് എ ബൈ ഒമേഗ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സി ബൈ എൻ റിലേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വി കൻ റൈറ്റ് ഇറ്റ് ആസ് സി ബൈ എൻ ഓഫ് ഒമേഗ. ആൻഡ് വാട്ട് വി കൻ റൈറ്റ് ഇറ്റ് ആസ്? വി കൻ റൈറ്റ് ഇറ്റ് ആസ് സി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബൈ ഒമേഗ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ബേസിക്കലി വി പിന്റെ റിലേഷൻ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് വി ജി. വി ജി കാണണം. സോ വി ജി എച്ച് എന്താണ്? വി ജി ഈസ് ബേസിക്കലി ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി കെ അല്ലെ. സോ ബേസിക്കലി ഈ ഒരു എക്സ്പ്രഷന്റെ ഫോമിലേക്ക് ആദ്യം നമ്മൾ എത്തണം. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയാം നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. വി പി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു സി
ഡിവൈഡ് ബൈ n അല്ലെങ്കിൽ ഇവിടെ n ഓഫ് ഒമേഗ. സോ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പോയത്. നമ്മൾ ഒരു കെനെ മാത്രം ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കെ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു n ഓഫ് ഒമേഗ ഡിവൈഡ് ബൈ സി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഡി കെ ബൈ ഡി ഒമേഗ എടുക്കുന്നു. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റിംഗ് ദാറ്റ് ഇംപ്ലൈസ് ഡി കെ ബൈ ഡി ഒമേഗ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇവിടെ 1/c, ബിക്കോസ് ഡി കെ ബൈ ഡി ഒമേഗ എന്താണ് ബേസിക്കലി ഇൻവേഴ്സ് ഓഫ് വി ജി ആണ് അല്ലെ, 1/vg ഈക്വൽ ആണ്. സോ നമ്മൾ 1/c പുറത്ത് കോമൺ ആയിട്ട് എടുത്തു, ബാക്കി എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നു ഓഫ് ഒമേഗ ഇൻറ്റു n ഓഫ് ഒമേഗ. സോ ബേസിക്കലി നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലെ. 1/c ഇൻറ്റു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഒമേഗ 1 ഇൻറ്റു n ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ ഇൻറ്റു എന്താണ് ഡി ഓഫ് n ഓഫ് ഒമേഗ ഡിവൈഡ് ബൈ ഡി ഒമേഗ. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഡി കെ ബൈ ഡി ഒമേഗ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് നമുക്കൊരു എക്സ്പ്രഷൻ ആയിട്ട് എടുക്കാം. ലെറ്റ് us consider it as some സ്റ്റാർ. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സെപ്പറേറ്റ്ലി ഡി എൻ ഓഫ് ഒമേഗ ബൈ ഡി ഒമേഗ കണ്ടുപിടിക്കുന്നു. സോ ബേസിക്കലി എന്താണ് ഡി ബൈ ഡി ഒമേഗ ഓഫ് 1 പ്ലസ് എ ബൈ ഒമേഗ അല്ലെ. സോ അഗൈൻ ഇവിടെ 1ന്റെ ഡെറിവേറ്റീവ് എന്താണ് 0 ആണ്. അഗൈൻ 1 ബൈ ഒമേഗ എന്താണ് എ കോൺസ്റ്റന്റ് ആണ്. സോ 1 ബൈ ഒമേഗ പറഞ്ഞാൽ ഒമേഗ റേസ് ടു -1. സോ അതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ -1, അതായത് മൈനസ് കോമൺ ആയിട്ട് എടുക്കുക, ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ അല്ലെ. സോ മൈനസ് എ ബൈ ഒമേഗ സ്ക്വയർ ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് വരുന്നത്. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സ്റ്റാർ. ഇത് നമുക്ക് എന്ത് കിട്ടും, ഡി കെ ബൈ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മൾ എക്സ്പ്രഷൻ എന്താണ് 1/c into n of omega. n of omega is 1 plus a by omega. Again, after that, what it is? Plus omega into നമ്മൾ ഇപ്പം കിട്ടിയ ഈ ഒരു a by omega square minus a by omega square. So basically നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു 1/c into 1 plus a by omega. ആ മൈനസിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതുപോലെ ഒമേഗ ഒരു ഒമേഗ ന്യൂമറേറ്ററിലത്തെ ഒമേഗ ക്യാൻസൽ ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ ഒരു ഒമേഗ വെച്ചിട്ട്. സോ വി ഗെറ്റ് മൈനസ് a by omega എന്ന് കിട്ടും. അഗൈൻ എന്താണ് a by omega എന്താണ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി കിട്ടുക 1/c എന്ന് കിട്ടും അല്ലെ. അതായത് ഡി കെ ബൈ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 1/c. ആൻഡ് വി ജി എന്താണ്, വി ജി ഈസ് 1 ഡിവൈഡഡ് ബൈ ഡി കെ ബൈ ഡി ഒമേഗ അല്ലെ. 1 ഡിവൈഡഡ് ബൈ ഡി കെ ഒമേഗ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ 1/c. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് c അല്ലെ. ഇതെന്താണ് c ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, വി ജിന്റെ വാല്യൂ എന്ത് കിട്ടി, c ആണെന്ന് കിട്ടി. ഓക്കെ, സോ നമ്മളിവിടെ വി ജി കണ്ടുപിടിച്ചു, വി പിന്റെ എക്സ്പ്രഷനും കണ്ടുപിടിച്ചു. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, 2025 ചോദിച്ച ക്വസ്റ്റൻ. ദാറ്റ് ഇസ് ഡിറൈവ് ദ വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നെറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ആൻ ഐസോട്രോപിക് ഡൈഇലക്ട്രിക് മീഡിയം. ഓക്കെ, ഐസോട്രോപിക് ഡൈഇലക്ട്രിക് മീഡിയം ഇൻ z direction having 0 charge and current density. Write the plane wave solution for electric field and show that k dot e equal to 0. സോ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. നമ്മൾ ഇത് കഴിഞ്ഞ പാർട്ടിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാണ്. അതായത് അവസാനം k ഡോട്ട് ഇ ഈക്വൽ ടു 0 കിട്ടുന്നത്, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ കേസൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞ ഒരു ഡെറിവേഷൻ ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡെറിവേഷൻ ആണ്. സോ ഇത് ഞാൻ ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ഓൾറെഡി എന്താണ് ഡിസ്കസ്ഡ് ഇൻ പാർട്ട് 1 ക്ലാസ്. ഓക്കെ, സോ റെഫർ ചെയ്യുക. സോ അവിടെ നോക്കുക. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ സെയിം കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, സെയിം ക്വസ്റ്റ്യൻ, ഒരു ചേഞ്ചും ഇല്ല. സോ എന്താണ് ബേസിക്കലി ആ ഡെറിവേഷനെ ഒരു ക്വസ്റ്റ്യന്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയേ ഉള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കാണുന്നില്ലേ 4 + 4 + 2 3 മാർക്സ് ഉണ്ട്, അതായത് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെന്താണ്, ഇതൊന്നുകൂടി എല്ലാവരും റീവിസിറ്റ് ചെയ്യുക. സോ നമ്മൾ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. സോ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എവിടെയെങ്കിലും വിട്ടുപോയി തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ബേസിക്കലി എന്താണ് ചെറിയ ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് നമ്മൾ അധികം എടുക്കായിരുന്നത്, ബിക്കോസ് അത് നമുക്ക് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. സോ എല്ലാ കാര്യങ്ങളും ഒന്ന് എന്താണ് റീവിസിറ്റ് ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ എല്ലാവരും എന്താണ് സ്ട്രോങ്ലി പ്രിപ്പയർഡ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ആൻഡ്